ഇപ്പോൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ ഓഫീസ് സംവിധാനം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ഓഫീസ് സംവിധാനം ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്യൽ. ന്യൂ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാറ്റർ വെറുതെ ടൈപ്പ് ചെയ്താൽ ഡ്രാഫ്റ്റ് ഔട്ട്പുട്ടിന്റെ അലൈൻമെന്റ് ശരിയാകില്ല. ഭംഗിയിൽ ഡ്രാഫ്റ്റ് ചെയ്യുവാൻ ഈ ഓഫീസിൽ തന്നെ ടെംപ്ലേറ്റ് എന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള മാറ്ററുകൾ എഡിറ്റ് ചെയ്താണ് അതാത് ഓഫീസുകളുടെ ലെറ്റർ ഹെഡിലേക്ക് മാറ്റുന്നത്. ഒരിക്കൽ ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഫയലിനു വേണ്ടി വീണ്ടും ഇതേ ടെംപ്ലേറ്റുകൾ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടിവരുന്നു. എന്നാൽ ഒരിക്കൽ ഡിസൈൻ ചെയ്ത ഡ്രാഫ്റ്റ് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുതന്നെ നമ്മൾക്കുള്ള എല്ലാ ഫയലുകളിലും ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരുന്നത്. അതിനായി ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായ ഫയലിൽ ക്രിയേറ്റ് ഡ്രാഫ്റ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ മുകളിൽ ഇടതുവശത്തായി ടെംപ്ലേറ്റ് എന്ന് കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന മെനുവിൽ നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റിന്റെ മോഡൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഗവൺമെന്റ് ലെറ്റർ മലയാളം എന്ന ടെംപ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ഭാഗങ്ങളും ഓരോരോ ടേബിളുകളിൽ ക്രമീകരിച്ചിട്ടുള്ളതായി കാണാം. ഓരോ ടേബിളുകളിലും നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ലെറ്റർ ഹെഡിലേക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ ഇവിടെ എന്റെ ഓഫീസിന്റെ ലെറ്റർ ഹെഡിലേക്ക് മാറ്റം വരുത്തി പുതിയ ഒരു ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. ടേബിളുകളുടെ ബോർഡറിൽ മൗസിന്റെ കർസർ കൊണ്ടുവന്ന് ടേബിളിന്റെ വലുപ്പം ആവശ്യാനുസരണം നീട്ടം കൂട്ടുവാനും കുറക്കുവാനും സാധിക്കും. കൂടാതെ ഈ ടേബിളുകൾ ആവശ്യാനുസരണം ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനായി എവിടെയാണോ പുതിയ ടേബിളുകൾ ആഡ് ചെയ്യേണ്ടത് ആ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 8 ഓപ്ഷനുകൾ കാണിക്കുന്നതായിരിക്കും. അതിൽ ആദ്യത്തേത് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും, രണ്ടാമത്തേത് മുഴുവൻ ടേബിളുകളും ഡിലീറ്റ് ചെയ്യാനും, മൂന്നാമത് കാണിച്ചിട്ടുള്ള പ്ലസ് സൈൻ ഒരു ടേബിളിന്റെ മുകൾ ഭാഗത്ത് മറ്റൊരു ടേബിൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നാലാമത് കാണിച്ചിട്ടുള്ള പ്ലസ് സൈൻ നിലവിലുള്ള ടേബിളിന്റെ അടിഭാഗത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അഞ്ചാമത് ടേബിളിന്റെ വലതുഭാഗത്തുള്ള സെല്ല് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആറാമത് വരുന്ന പ്ലസ് സൈൻ ഇടതുഭാഗത്ത് ടേബിൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അടുത്തത് വലതുഭാഗത്ത് ടേബിൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അവസാനം കാണുന്ന എക്സ് സൈൻ മധ്യഭാഗത്തുള്ള സെല്ല് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഡ്രാഫ്റ്റ് ഡിസൈൻ ചെയ്തതിനുശേഷം ഡ്രാഫ്റ്റ് മുഴുവനായി സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജിമെയിലിന്റെ മുകളിൽ കാണുന്ന 9 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ പുതിയ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്ത് ടെംപ്ലേറ്റ് സൂക്ഷിക്കുക. ഇതേ ഗൂഗിൾ ഡോക്സിൽ തന്നെ മറ്റു ടെംപ്ലേറ്റുകളും പേസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. വീണ്ടും ഇതേ ടെംപറേറ്റുകൾ ഈ ഓഫീസിൽ ആവശ്യമായി വരുമ്പോൾ ഗൂഗിൾ ഡോക്സിൽ നിന്നും ടെംപറേറ്റുകൾ കോപ്പി ചെയ്ത് ഈ ഓഫീസിന്റെ ഡ്രാഫ്റ്റിൽ പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ ഡോക്സിൽ നിന്നും ഈ ഓഫീസിലേക്ക് പേസ്റ്റ് ചെയ്ത ടെംപ്ലേറ്റുകൾ മൊത്തം സെലക്ട് ചെയ്തതിനുശേഷം മുകളിൽ കാണുന്ന ഫോണ്ട് മന്ദാരം സെലക്ട് ചെയ്ത് ഫോണ്ടിന്റെ സൈസ് 14 ആക്കി മാറ്റി സേവ് ചെയ്താൽ ഡ്രാഫ്റ്റ് അലൈൻമെന്റുകൾ എല്ലാം കറക്റ്റായി തീരുന്നതാണ്. അതുപോലെ തന്നെ ഇതേ ഡ്രാഫ്റ്റ് മറ്റു കാര്യാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർക്കും ഇത് അലൈൻമെന്റുകൾ ഒന്നും തെറ്റാതെ തന്നെ ലഭ്യമാകുന്നതാണ്.